വീടുകളിലെ പ്രസവങ്ങളിലും വാക്സിൻ വിരുദ്ധ പ്രചാരണങ്ങളിലും മൗനം പാലിക്കുന്ന മുസ്ലിം ലീഗ് നടപടി വിമർശിക്കപ്പെടുന്നു. മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസങ്ങളെ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലെന്ന ആരോപണം ശക്തമാകുമ്പോഴും എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ മുസ്ലിം സംഘടന പ്രതികരിക്കാത്തതെന്ന ചോദ്യമാണ് ഉയരുന്നത്. തീവ്ര മുസ്ലിം സംഘടനകൾക്ക് മുന്നിൽ മുസ്ലിം ലീഗ് കീഴടങ്ങുകയാണെന്ന ആരോപണവും ശക്തമാവുകയാണ്. വൈദ്യശാസ്ത്രത്തോടും മരുന്നുകളോടും വിമുഖത കാണിച്ചുകൊണ്ട് സംസ്ഥാനത്ത് വീട്ടുപ്രസവങ്ങൾ വർദ്ധിക്കുന്നതായുള്ള വിവരാവകാശ രേഖ ജനം ടിവിയാണ് പുറത്തുവിട്ടത്. 2019 മുതൽ 2024 സെപ്റ്റംബർ വരെ 2931 വീട്ടുപ്രസവങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. പ്രതിവർഷം സംസ്ഥാനത്ത് 400ഓളം പ്രസവങ്ങൾ വീട്ടിൽ വെച്ച് നടക്കുന്നതായി ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ വീട്ടുപ്രസവങ്ങൾ നടക്കുന്നത്. 2019-24 കാലയളവിൽ നടന്ന 2931 വീട്ടുപ്രസവങ്ങളിൽ 1337 മലപ്പുറത്താണ്. ഈ കണക്കുകൾക്ക് പിന്നാലെ തീവ്ര മുസ്ലിം സംഘടനകളാണ് ഇത്തരം പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ഇസ്ലാമിലെ അന്ധവിശ്വാസങ്ങളാണ് ഇതിനു പിന്നിലുമെന്നുള്ള ആരോപണങ്ങളും ശക്തമായി. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ മുസ്ലിം ലീഗ് അതിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കുട്ടികളാരും വാക്സിൻ എടുക്കാൻ പാടില്ല എന്നുള്ള ഫത്വ പരിഷ്കൃത സമൂഹമായിട്ടുള്ള കേരളത്തിൽ നടക്കുന്നു. മുസ്ലിം ലീഗ് അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതുവരെ വാക്സിനേഷനെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ അവിടെ നടക്കുന്നു. വീട്ടിൽ തന്നെ പ്രസവിക്കണം എന്നുള്ള നിർബന്ധം ഫത്വകൾ പുറപ്പെടുവിക്കുന്നു. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വളരുകയാണ്. മതേതര പാർട്ടിയാണ് ഞങ്ങളെന്നാണ് ലീഗുകാർ പറയുന്നത്. തങ്ങളാണ് ഏറ്റവും വലിയ മതേതരത്വത്തിന്റെ ആളെന്ന്. എന്നാൽ തങ്ങൾ ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടാവും. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര മുസ്ലിം സംഘടനകൾക്ക് കീഴടങ്ങിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന ആരോപണം നേരത്തെയുണ്ട്. വഖഫ് നിയമത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തിയപ്പോൾ അതിൽ നിരോധിത സംഘടനകളുടെ നേതാക്കളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിന്റെ മറവിൽ തീവ്രവാദി നേതാക്കൾക്ക് കേരളത്തിൽ ഇടം ഉണ്ടാക്കി കൊടുക്കുന്നതിനെതിരെയും മുസ്ലിം ലീഗ് പ്രതികരണം ഉണ്ടായിരുന്നില്ല. അതും വിമർശിക്കപ്പെട്ടിരുന്നു. ജനം, കോഴിക്കോട്.